ഇന്ന് രാവിലെ തന്നെ കുർബാന ഉണ്ടായിരുന്നു 7 മണിക്ക്. ഫാമിലിയും എക്സ്റ്റെൻഡഡ് ഫാമിലിയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും വന്നിരുന്നു. അവരെല്ലാവരും അപ്പയോടുള്ള സ്നേഹത്തിൻ്റെ മേൽ കുർബാനയ്ക്ക് വന്നതാണ്. ഇവിടെ വന്ന് കുർബാന കൂടി ഖബറിൽ ധൂപം വെച്ചു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അച്ഛന്മാർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. എല്ലാവരും വന്നത് അപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് രാഷ്ട്രീയവുമായിട്ട് കണക്റ്റഡ് അല്ല. രണ്ടാമത് പറയാം, ഈ 30 ദിവസമായി അപ്പ മരിച്ചിട്ട് ഓരോ ദിവസവും കല്ലറെങ്കിൽ ആൾക്കാർ കൂടി എത്തുന്നു. കേരളത്തിൻ്റെ തന്നെയല്ല, ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ എത്തുന്നു. ഇതിലൂടെ കൂടുതൽ അപ്പയെ മനസ്സിലാക്കുവാനായിട്ട് എന്തുമാത്രം അപ്പയെ മനസ്സിലാക്കുന്നു? അപ്പ വലിയൊരു മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിലേ അറിയായിരുന്നു. ഒരുപാട് പേർക്ക് സഹായം ചെയ്ത് കാരുണ്യ മുഖമുദ്രയായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ മരണത്തിൽ ആ വിലാപയാത്രയിലായിരിക്കാം നമ്മൾ അപ്പം ഇത്രയേറെ മനുഷ്യരെ ടച്ച് ചെയ്തു എന്ന് മനസ്സിലായി. പക്ഷേ വിലാപയാത്രയും കഴിഞ്ഞ് അടക്കം കഴിഞ്ഞിട്ടുള്ള ജനപ്രവാഹം കണ്ടപ്പോഴാണ് അതിലേറെ മനസ്സിലാകുന്നത്. അയ്യോ, അപ്പ ഇത്രമേൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു. അപ്പയുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച്, അപ്പയുടെ ആരോഗ്യം ഉൾപ്പെടെ, അപ്പയുടെ ഭക്ഷണം ഉൾപ്പെടെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ ജീവിച്ചിരുന്നു എന്ന് ഈ അടക്കം കഴിഞ്ഞു മരണത്തിലല്ല, വിലാപയാത്രയിലല്ല, അടക്കം കഴിഞ്ഞുള്ള ഇവിടെ നിലയ്ക്കാത്ത ജനങ്ങളെ കണ്ടിട്ടാണ് അത് കൂടുതലും മനസ്സിലാക്കുന്നത്. അപ്പോൾ കൊടുത്തതിന് അവർ ഇരട്ടിയും 3 ഇരട്ടിയുമായിട്ട് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അപ്പായുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നു. അത് രാവിലെ അതൊരു വലിയൊരു എന്താണ് അതിലൂടെ മറിയത്തിന് മനസ്സിലായൊരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഇതിനെ കാണുന്നത്? ഇന്ന് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനൊരു പുസ്തക പ്രകാശനമുണ്ട്, അപ്പയെ പറ്റിയുള്ള പുസ്തകമാണ്. അപ്പം ഇവിടെ വരുമ്പോൾ പള്ളി ഇന്നത്തെ 30ൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. അപ്പയെ പറ്റിയുള്ള വളരെ നല്ല ആർട്ടിക്കിൾസും കാര്യങ്ങളിലും ഒക്കെ അതിനകത്തുണ്ടെന്ന് പറയുന്നു. എനിക്ക് അപ്പയുടെ അങ്ങനത്തെ ഒരു പുസ്തകം എനിക്ക് പ്രകാശനം ചെയ്യാൻ, അതും ഈ പള്ളിയിൽ വെച്ച് അപ്പയുടെ ഖബറിൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.